പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഈ ആരാധനയിലെ അഭിഷേകത്തോടെ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയിലേക്ക് ഐക്യപ്പെടുത്തണമേ. അമ്മേ പരിശുദ്ധാത്മേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. എല്ലാവരെയും ആദ്യമായി ഈ ശുശ്രൂഷയിലേക്ക് ദൈവത്താലെ ക്ഷണിക്കപ്പെട്ടവരെയും ഇപ്പോൾ ആശീർവദിക്കണമേ. ജീവിത അവസ്ഥകളെ, തന്റെ ഭാരങ്ങളെ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസിക അവസ്ഥകളെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. അമ്മേ പരിശുദ്ധമേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. ശക്തിപ്പെടുത്തിക്കട്ടെ. ആമേൻ ദൈവപുത്ര, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ യേശുനാഥ, ആമേൻ ദൈവപുത്ര, ആമേൻ സർവശക്ത. സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഗോഡ് ഈസ് സോ പർട്ടിക്കുലർ അബൌട്ട് അവർ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ദൈവം നമ്മളുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളുടെ മേലെ വളരെ സൂക്ഷ്മതയോടെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് നിങ്ങൾ മാത്രമേ ഒരു മകനുള്ളൂ മകളുള്ളൂ എന്ന രീതിയിൽ, ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന രീതിയിൽ അത്ര പർട്ടിക്കുലറാണ്. ഗോഡ് ഈസ് സോ പർട്ടിക്കുലർ ടു ദി പർട്ടിക്കുലർ പേഴ്സൺ, ടു ദി പർട്ടിക്കുലർ സബ്ജക്റ്റ്. അങ്ങനെയാണ്. ഇങ്ങനെ എന്താ അച്ഛൻ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയാണ് എന്നെ ഇങ്ങനെ കൊണ്ട് പറയിപ്പിച്ചത്. എന്താ അവരുടെ സാക്ഷി എന്ന് പറയണത്, അവരിങ്ങനെ അവർക്ക് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. പക്ഷെ കുറേ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ UK പോകണം. അതിന് പക്ഷേ അവർ പണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയത് കാരണം എന്തോ അവിടെ നിന്ന് എന്തോ നോ ഒബ്ജക്ഷൻ PP എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറുണ്ട്. അത് സാധാരണ കിട്ടത്തുമില്ല, കൊടുക്കത്തുമില്ല. എംബസിക്ക് പോലും നോ ഐഡിയയാണ്. ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല, ആർക്കുമേ അറിയാൻ പാടില്ല. 13 കൊല്ലമൊക്കെ ഏജൻസി വർക്ക് ചെയ്ത ആൾക്കാർക്ക് പോലും ഈ PP എന്നുള്ളത് എന്താണെന്ന് അറിയത്തില്ല, കിട്ടണത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇവരെന്താ ചെയ്യണത്? ഇവർ ഓൺലൈനിൽ അടിച്ച് ഈ ആരാധന നടക്കുന്ന അതേസമയം തന്നെ, ഉടമ്പടി എടുത്തതിന് ശേഷം ആരാധന നടക്കുന്ന ഒരു സമയം തന്നെ ഇവർ ഇത് അടിച്ചു വെക്കും. ആരാണ് ഓൺലൈനിൽ നമ്മൾ ആരാധന നടക്കുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കയറ്റുന്ന ആരോടാണ്? അമ്മയുടെ മധ്യസ്ഥത്തിലേക്കാണ്. ആ ഒരു ബോധത്തിലല്ല, ചുമ്മാ ഒരു ആരാധനയല്ലേ എന്നാൽ പിന്നെ എൻ്റെതും കൂടി കിടക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് പൗലോസപ്പോസ്തലൻ പറയല്ലേ, ഞങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലല്ലേ ഇടിക്കണത്, മുഖത്ത് നോക്കിയാണ് ഇടിക്കണമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ വളരെ ബോധ്യങ്ങളോട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ അമ്മയുടെ മധ്യസ്ഥത്തിൽ ആരാധന നടക്കുമ്പോൾ അവർ അടിച്ച് 13,000 ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ഈ ആരാധന അപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ലൈവിൽ ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 13,000 പേര് ലൈനിൽ വരും, ഓൺലൈനിൽ വരും. അവരെല്ലാവരും തന്നെ ടൈപ്പ് ചെയ്യും ഓരോ വിഷയം. ചിലർ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു, നമ്മുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലെ വെക്കണം. പക്ഷെ ചില ആൾക്കാരുടെ ബോധ്യമുണ്ട്. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്ത് പ്രാർത്ഥിക്കുന്നു, ആര് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ വലുതാണ് എന്ത് ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. ദിസ് ഈസ് അവർ സബ്ജക്റ്റ്. അതായത് എന്ത് പ്രാർത്ഥിക്കുന്നു, ആര് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ വെയിറ്റേജ് ഉള്ളതാണ് എന്ത് ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. കാര്യം ലിജി വിജയുടെ ബോധ്യം എന്താണ്? ഞാനിങ്ങനെ ഓൺലൈനിൽ അടിച്ചു കൊടുക്കുമ്പോൾ നേരെ അമ്മയിലേക്കാണ് അടിച്ചു കൊടുക്കണമെന്നാണ്. ഐ ആം സെൻഡിങ് ടു ദി മാറ്റർ ടു പർട്ടിക്കുലർ ദി മദർ.
അമ്മയിലേക്കാണ് സംഭവം അടിച്ചു കൊടുക്കുന്നത്. അത് ബോധ്യമാണ്. അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് വിഷയമുണ്ട്, അത് വേറെ സബ്ജക്റ്റ്. പക്ഷെ അതിനേക്കാൾ മാർക്ക് കിട്ടുന്നത് ബോധ്യത്തിനാണ്. ഈ ബോധ്യം, ഞാൻ അമ്മയിലേക്കാണ്, എനിക്കൊരു മാർഗമില്ല, എൻ്റെ വഴിമുട്ട് നിൽക്കുകയാണ്, എനിക്ക് ഗതി മുട്ടിപ്പോയിരിക്കുകയാണ്, എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഗൈഡ് ചെയ്യുന്നവർക്കും ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ളവർക്ക് പോലും ദേ ഡോ നോ ഹൗ ടു മാനേജ് അല്ലെങ്കിൽ ഗൈഡ് മീ, അങ്ങനെ അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? പക്ഷെ അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ, അതാണ് സംഭവം. അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ ഞാൻ ഈ PPക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അടിച്ചങ്ങോട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത്. ഇത് കേൾക്കുകയും വേറെ അവരുടെ ഒരു കസിൻ, അകന്ന കസിൻ പെട്ടെന്ന് അവർക്ക് ഒരു ലിങ്ക്, ആ ഓൺലൈനിൽ തന്നെ ലിങ്ക് കൊടുക്കും, നിങ്ങൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കാൻ പറയും. അവരപ്പം തന്നെ ഓൺലൈൻ ആരാധന നടക്കുന്ന സമയത്ത് തന്നെ വെബ്സൈറ്റിൽ ഉടനെ അവർ ആ വെബ്സൈറ്റിലേക്ക് അവരുടെ ആവശ്യം ഉന്നയിക്കും. വെബ്സൈറ്റ് ഉടനെ ലിങ്ക് ഓപ്പൺ ആയി കിട്ടും. ആ ലിങ്കിൽ തന്നെ അവരുടെ ആവശ്യം പറയും, എൻ്റെ ഇതാണ്. ഉടനെ ആ വെബ്സൈറ്റ് കുറേ ഫോർമാറ്റുകൾ ഇങ്ങോട്ട് വരും. ഇതെല്ലാം 5 മിനിറ്റിൽ നടക്കുന്ന കാര്യമാണ്. 5-6 മാസം ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു എത്തും പിടിയും കിട്ടാഞ്ഞ സാധനമാണ്. അതിൽ കുറേ ഈ ഫോംസ് എല്ലാം ഇവർ ഫില്ല് ചെയ്ത് അപ്പം തന്നെ ആരാധന സമയത്ത് കയറ്റിവിടും. അവർ ചോദ്യം ചോദിക്കും, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുക, എൻ്റെ ഫുൾ അഡ്രസ്സ് ഇങ്ങോട്ട് തരാൻ പറയും. അയർലൻഡല്ലേ ഫുൾ അഡ്രസ്സ്, പണ്ട് അവർ വർക്ക് ചെയ്തത്, അതാണ് ഈ പ്രശ്നമായിപ്പോയത്, UK പോകാനുള്ള. ഉടനെ അവർ ഫുൾ അഡ്രസ്സ് അങ്ങനെ അയച്ചു ചോദിക്കും. ഫുൾ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ പറഞ്ഞ സാധനം 5 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് സാധനം കിട്ടും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയോ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടതാണ്. ഇത് ഭയങ്കര ഷാർപ്പൻ സ്പീഡാണിത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, മക്കളെ ഇത് ഭയങ്കര സ്പീഡാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും അച്ഛൻ ഇങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയണം. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയണതല്ല. അമ്മ ഉടമ്പടി തുടങ്ങിയ 2015 സെപ്റ്റംബർ മാസം തന്നെ എന്നോട് പറയുമായിരുന്നു, ദിസ് ഇസ് സ്പീഡ് എന്ന്. സോ സ്പീഡ് എന്ന് അന്നത്തെ പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു, ഉടമ്പടി ഉടനടി പരിഹാരമെന്ന്. അപ്പോൾ എന്നോട് ബിഷപ്പ് വിളിച്ച് പറഞ്ഞു, അങ്ങനെയൊന്നും പറയേണ്ട, അതൊരു ബിസിനസ് പോലെ തോന്നുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നാൽ പിതാവ് പറഞ്ഞു, ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല, അമ്മ എന്താ പറഞ്ഞത് അത് മാത്രമേ പത്രത്തിൽ അടിച്ചിട്ടുള്ളെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാനത് പിൻവലിച്ചായിരുന്നു. പക്ഷെ പിന്നീടും വരുമ്പോൾ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ ഇത് ഭയങ്കര സ്പീഡാണ്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം, ടെക്നിക്കലായിട്ട് അറിയണം. ഉടമ്പടി വരുന്ന സ്പീഡ് കണ്ടൻറ്റ് കുറേ നമുക്ക് മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്ക് ലഭ്യമല്ലാത്ത കുറേ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഉടമ്പടിയിലുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ വൈസ് അത് എന്താണ് എൻ്റെ കണ്ടൻറ്റ്, പർട്ടിക്കുലർ കണ്ടൻറ്റ് എന്ത്, ഏത് കണ്ടൻറ്റാണ് ഇതിന് സ്പീഡ് കൂട്ടണമെന്നുള്ളത് മക്കൾ കറക്റ്റായിട്ട് അറിയണം. ഇത് പിന്നെ ഇത് തന്നെ ഇപ്പം തന്നെ ഈ ലിജി ബിജോയുടെ സാക്ഷ്യത്തിൻ്റെ പ്രശ്നം എന്താണ്, അവരുടെ ബോധ്യമാണ്. എന്താണ്, ഞാൻ മാതാവിലേക്കാണ് ഈ സംഭവം, ഈ മെയിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്, അമ്മയുടെ അഡ്രസ്സിലേക്കാണ് ഈ സംഭവം പോകണമെന്നുള്ള ആഴമായി അവരുടെ വിശ്വാസവുമാണ്, ബോധ്യമാണ്. ഈ ബോധ്യത്തിലേക്ക് ഈ വ്യക്തി വരാൻ ഇടയാകണമെങ്കിൽ ഒക്കണേ ഉണ്ടാക്കി എല്ലാവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ തന്നെ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഴകുഴമ്പൻ രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളാണ് സ്പീഡ് കുറയ്ക്കണത്, മനസ്സിലായില്ലേ? നമ്മളുടെ ഉത്തരത്തിൻ്റെ സ്പീഡ്, ദൈവികമായ ഉത്തരത്തിൻ്റെ ഇടപെടേണ്ട സ്പീഡ് കുറയ്ക്കണത് നമ്മളാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണത്. നമ്മളത് ആയിരിക്കും അല്ലേ, കിട്ടാൻ കൊള്ളാമല്ലേ, കിട്ടിയാൽ കൊള്ളാമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അംബിഗ്വസ് ആയിട്ട് ഹൈപ്പത്തസിസ് ഇങ്ങനെ ഒരു രീതിയിൽ അഴകുഴമ്പ രീതിയിൽ ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. ഇത് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അപ്ഡേഷനിലേക്ക് വരിക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, ഇപ്പോൾ ഈശോ ജീവനോട് നിൽക്കുന്ന സമയമാണ്, അമ്മ മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ്. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ, ഞങ്ങൾക്ക് ആഴമായ ഒരു കാലത്തും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ബോധ്യത്താലെ, ആന്തരിക ബോധ്യത്താൽ ഇപ്പോൾ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആന്തരിക ബോധ്യത്താൽ ഇപ്പോൾ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അന്തരംഗങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ഞങ്ങളെ ചോദിച്ചാൽ ലഭിച്ചിടും.
പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്ന് ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം, 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 അത് നിശ്ചയം, 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 അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്ന് ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2-3 കാര്യങ്ങൾ ഇപ്പോൾ ഈശോ ഓർപ്പിച്ചത് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മൂക്കിൻ്റെ ഉള്ളിൽ ചുവന്നുകൊണ്ട് വരുന്ന നമ്മൾ ഈ ലൊള്ളോളിക്ക പോലെയുള്ള ഒരു സംഭവമാണ്. ലൊള്ളോളിക്കയുടെ കളർ കണ്ടിട്ടില്ലേ? ഒരു തരം ചുവപ്പ്, ഇളം ചുവപ്പ് കളർ പോലെ മൂക്കിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട പോലെ അവിടുത്തെ രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഒരു രോമം മാത്രം ചാടി നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതിക്കട്ടെ, നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുമില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്ന് ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സാങ്താ മരിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞായിരുന്നു. സാന്താ മരിയയുടെ സാക്ഷ്യങ്ങൾ എന്താണ്? ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കർത്താവ് കണ്ണും തുറന്ന് നമ്മുടെ നേരെ നോക്കി നിൽക്കുന്ന പോലെയാണ് ആ സാക്ഷ്യങ്ങളുടെ ഒരു സഞ്ചാരമെന്ന് വേണം. എന്തിനാശ ഇതൊക്കെ ഈ സാക്ഷ്യങ്ങൾ പെരക്കെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വരുന്ന എഴുതിയിട്ടുണ്ട് വന്നിരിക്കണേ ഞാൻ. ഈ ആഴ്ച നടന്ന് എനിക്കിഷ്ടപ്പെട്ട കുറേ സാക്ഷ്യങ്ങളുണ്ട്. എല്ലാ ദിവസവും നമ്മൾ 10-25 സാക്ഷ്യം വെച്ച് കേൾക്കും. പക്ഷേ ചില സാക്ഷ്യങ്ങൾ എന്നെ വല്ലാതെ അങ്ങ് പിടിക്കും. അതാണ് ഞാൻ ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സംഭവങ്ങളുണ്ട്. ആ വിഷയം മാത്രമേ ഉള്ളത്, ദൈവികമായ കുറേ സംഭവങ്ങൾ കാണും അതിൻ്റെ അകത്ത്. അതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വന്നിട്ട് നോട്ട് ദ പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ തുടർന്ന് സാന്താ മരിയയുടെ സാക്ഷ്യം അവർ ആലപ്പുഴക്കാരുതിയാണ്. അവരുടെ സാക്ഷ്യം അവിടെ കുഞ്ഞാണ്. കുഞ്ഞിന് കുറേ ഗുരുതരമായ ഡിസീസാണ്, ലിവറിൻ്റെ പ്രോബ്ലംസ് ഭയങ്കരമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ബോൺ മാരോ ചെയ്തതാണ് 1 കൊല്ലം മുമ്പ്. ഓക്കെ, അത് പിന്നീട് അങ്ങനെ സബ്സിഡി ആയിട്ട് കിടക്കുകയായിരുന്നു. വീണ്ടും കുഞ്ഞിന് പിന്നെയും രോഗമായി. അപ്പോൾ അമൃത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ് ഇത് ബോൺ മാരോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ബോൺ മാരോ ചെയ്യാൻ ഭയങ്കര സങ്കടം. കാര്യം കുഞ്ഞിനെ ഇഞ്ചക്ട് ചെയ്തത് അവരുടെ കൈ വെച്ചത് കാരണം കുഞ്ഞ് കയ്യിലിങ്ങനെ മയങ്ങി വീണത് അവിടെ ചങ്ക് പറഞ്ഞു പോയ പോലെ ഫീലിങ്ങാണ്. അപ്പം അത് വീണ്ടും ഇങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവിടെ ഡോക്ടറെ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മയെ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്നാണ് ഈ പറയണത്. ഇത് കാര്യം ആൾക്കാരിങ്ങനെ അനുഭവിച്ച് ഒരു അനുഭവങ്ങളല്ലല്ലോ, പല അനുഭവങ്ങളായി കഴിയുമ്പോൾ പിന്നീട് അത് അമ്മയെ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് പറയും. രണ്ടാമത്തെ ബോൺ മാരോ. അപ്പോൾ സീനിയർ ഡോക്ടറെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരും. ഇവരെൻ്റെ നോൺസെൻസാണ് പറയണത്. അപ്പോൾ സീനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മാഡം ഇത് നിങ്ങളെ പറയണ പോലെയല്ല, നേരത്തെ നമുക്ക് എക്സാമിൻ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ രോഗമില്ലെങ്കിൽ ഇല്ല, ഓക്കെയാണ്. പക്ഷേ അത് എക്സാമിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസീസിനൊക്കെ ഇങ്ങനെ ചികിത്സ നീണ്ടു പോണത് റീസണബിളല്ല. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾ എവിടെ പോയാൽ വരികയും ചെയ്യും, പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാമല്ലോ ചികിത്സയെന്ന് പറയാം. പക്ഷേ ഇവർ സമ്മതിക്കത്തില്ല. ഇവരില്ല, ഞാൻ ഡോക്ടറെ അമ്മയെ കണ്ടിട്ട് വരാവുന്നത് അവിടെ മനസ്സിൽ ഡോക്ടറിനോട് പറയത്തില്ല.
ജൂനിയർ ഡോക്ടറിന് മനസ്സിലാവും ഇവരെന്തോ പ്രാർത്ഥനാ പരിപാടിയാണ് ഈ പറയണതെന്ന് പറയാം. അപ്പോൾ അത് ആൾക്കാരുടെ ഒരു അതായത് നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം. നിക്ഷേപം, വ്യക്തിപരമായ നിക്ഷേപം എന്ന് പറയുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് നീ ടെക്നിക്കലായിട്ട് എത്തിച്ചേരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മൾക്കറിയാം, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഗ്രേസ് എല്ലാം അതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യണത് ഇൻവെസ്റ്റ്മെൻറ്റിലാണെന്ന്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ വിലക്ക് വാങ്ങിയവരാണ്. 1 കൊരിന്തോസ് 6:20. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഈസി അല്ലെന്നർത്ഥം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചു എന്തെങ്കിലും കുറച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ടൊക്കെ നമുക്ക് ഈ വിഷയം മാനേജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിയൽ തിങ്സ് മാനേജ് ചെയ്യാൻ പറ്റും, ഒരു ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. വൈ കൃപാസനം, വൈ കവനൻ്റ് എന്നും പറഞ്ഞൊരു സാക്ഷി ദിവസങ്ങളുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. എന്തിനാണ് കൃപാസനം? എനിക്ക് ഡൗട്ടായിരുന്നു, എന്തിനാണ് കൃപാസനം, എവിടെയെങ്കിലും പോയാൽ പോരെ. വൈ കവനൻ്റ്, എന്തിനാണ് കവനൻ്റ്? ഞങ്ങളുടെ പള്ളിയിൽ മതമുണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാവർക്കും മറുപടി കിട്ടി. എന്ത് ചാപ്റ്റർ വെച്ച ബെസ്റ്റുകൾ 1 കൊരിന്തോസ് 6:20. 1 കൊരിന്തോസ് 6:20 എന്താ പറയണത്? നിങ്ങൾ എന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങിയതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റ്മെൻ്റാണ്. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നമ്മളെ വിലക്ക് വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന് ആ വിലക്ക് വാങ്ങപ്പെട്ടതിലൂടെയാണ് കൃപ നമ്മൾ നേടുന്നത്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മളും ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഈസി മെത്തേഡുകളൊന്നുമില്ല. നമ്മളും അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ കാരണം. ഇപ്പോൾ സാന്താ മരിയയുടെ സാക്ഷി എന്താ? സാന്താ മരിയയെ പൊക്കിക്കൊണ്ട് പോകുന്നില്ല അവിടുന്ന്. അവർ കൊച്ചിൻ്റെ ക്യാൻസർസിൻ്റെ ഒരു ചാട്ടം ചെവിയുടെ ബാക്കിലുണ്ട്, അതിങ്ങനെ മുഴ പോലെ നിൽക്കുക. അമ്മയോടിത് പറയണം, അമ്മ ഇത് ഇനി ബോൺ മാരേജിലോട്ട് പോകണോ, അത് അമ്മ സുഖപ്പെടുത്തുക എന്ന്, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അവരിവിടെ വന്ന് കാല് കുത്തിയതേ ഉള്ളൂ. അപ്പം ഇതുപോലെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡിങ് ധ്യാനമാണല്ലോ. ഈ ധ്യാനമാണ് പിന്നീട് 2 കൊല്ലം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അഭിഷേകം വന്നുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? അപ്പം ഇത്രയും മീഡിയേറ്റ് ചെയ്താണ്, പിന്നെ ഉടമ്പടിയുടെ ഭാഗമായി വരുന്ന ധ്യാനമാണ്. ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചാണ് ഈ ധ്യാനം ചെയ്യണത്. പിന്നെ ധ്യാനങ്ങളെല്ലാം കർത്താവ് തന്നെ ഒരുക്കി തന്നതല്ലാതെ ഒന്നും ഞങ്ങളിങ്ങനെ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തു. ഇപ്പം തന്നെ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ലോ അത്. ഇപ്പോഴും ഈശോ തന്ന വചനം എടുത്തതാണ്. നിങ്ങൾക്ക് ഈശോ പറഞ്ഞ വചനം, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ വാക്ക് വന്നപ്പോൾ ഈശോ ആ വചനത്തിനെ നോക്കി എടുത്തിട്ട് ആ വചനം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരികയാണ്. എന്തിനാണ്? സോ ദാറ്റ് യു മേ ഓൾസോ ഇൻവെസ്റ്റ്. നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഉടമ്പടിയിലാകുമ്പോൾ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയും ചൊല്ലണ പ്രാർത്ഥനയെ മാത്രമല്ലേ പരിചയമുള്ളൂ. അതുകൊണ്ട് ഹെവി ഡ്യൂട്ടി ആകാം. ഈ ടൈം ഷോർട്ട് ചെയ്യാൻ പാടായിരിക്കും. കാര്യം നമ്മുടെ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥകളെന്നൊക്കെ പറഞ്ഞാൽ ടൈമാണ് പ്രോബ്ലം. 2004 ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴും നെഞ്ച് സമയഘടികാരമാണ് ചാർത്തിയിരുന്നത്. അതിന് ഭയങ്കരമായ ആന്തരികമായ ദൈവിക വെളിപാടുണ്ട്. അത് ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പരിശുദ്ധ പിതാവ് അന്തർദേശീയ സഭയോട് സംസാരിക്കേണ്ടതാണ്. അമ്മ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അല്ലാതെ കുറച്ച് 3 കോടി മലയാളികളെ ഉള്ളൂ, അവരറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇൻ്റർനാഷണൽ ചർച്ച് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണത്. എന്താണ്? ഔദ്യോഗിക സഭ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി അങ്ങനെ ഒരു പ്രത്യക്ഷീകരണം ഇന്ന് വരെ സഭയിൽ 2000 കൊല്ലമായിട്ട് നടന്നിട്ടില്ല. തന്നെയല്ല, ഈ മേഘത്തിൻ്റെ കള്ളറല്ലേ, അന്ത്യകാലത്തിൻ്റെ കള്ളറുമായിട്ട് നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണം ഇന്ന് വരെ ഇല്ല. അപ്പം നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇത് എന്ന് ഏറെക്കുറെ എനിക്കറിയാം. പക്ഷേ ഞാനെൻ്റെ ആളല്ലല്ലോ, ഇതിൻ്റെ ഒഫീഷ്യൽ അല്ലല്ലോ ഞാൻ. അപ്പോഴേ ഞാൻ സഭയുടെ ഒരു എളിയ ദാസനോ ഒരു സുവിശേഷ വേലക്കാരനോ മാത്രമല്ലേ, വേറെ ഒന്നുമല്ല. പക്ഷേ ഈ ശുശ്രൂഷ ഇത് അറിയേണ്ടതാരാണ്?
മഹാഭിഷിക്തരും മഹാപുരോഹിതന്മാരും ഇത് അറിയേണ്ടത്. അറിഞ്ഞിട്ട് ഇന്ന് അന്തർധാരകൾ എന്താണ്, അന്തർസത്യങ്ങൾ എന്താണെന്ന് സഭയോട് ലോകത്തോട് പറയണം. എന്നിട്ട് അതിന് പ്രയർ മീഡിയേഷൻ കൺവോക്ക് ചെയ്യണം. എന്നാൽ മാത്രം ദൈവിക പദ്ധതി നടപ്പിൽ വരുത്തുള്ളൂ. അതിനുള്ളതാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അതുകൊണ്ട് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ അഡ്ജോയിനിങ് ആയിട്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരണത്. അതുകൊണ്ടാണ് ആൾക്കാർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആ മുസ്ലിം ലേഡി എന്താണ് അവർ പറഞ്ഞു, ഞാൻ ഉടമ്പടി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ആലപ്പുഴ വന്നിട്ടില്ല, പക്ഷേ എൻ്റെ കിട്ടിയിരിക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണെന്നില്ല. എൻ്റെ കൂട്ടുകാർ തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ചെല്ലും. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എന്തെല്ലാം അമ്മയോട് ചോദിച്ചു അതെല്ലാം അമ്മ എനിക്ക് തന്നു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് പോകും. സാക്ഷ്യം പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് പോകും. അത് അപ്പം നിങ്ങളൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. അങ്ങനെയല്ല. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ജാതിയില്ല, മതമില്ല. കാര്യം എന്താ? ജനങ്ങൾക്ക് വേദനയുണ്ട്, വേദനയ്ക്ക് എന്നാ ജാതി, ജനങ്ങൾക്ക് രോഗമുണ്ട്, രോഗത്തിന് എന്നാ മതം, എവിടെ കണ്ണീരുണ്ട്, കണ്ണീരിന് എന്താ രീതിയിലുള്ള വിശ്വാസം, ദൈവവും കണ്ണീരും നീയും, അത് മാത്രമാണ് ഉടമ്പടിയുടെ സബ്ജക്റ്റ്. അതാരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്, വിശ്വാസം കൊടുക്കാൻ. അപ്പോൾ ആ മുസ്ലിം ലേഡിയാണെങ്കിൽ അവർ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നമ്മളൊക്കെ 5:30-ക്കല്ല പ്രാർത്ഥിക്കണം. ഞാൻ 5:30-ക്ക് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിട്ടുള്ളൂ. അവരതിൻ്റെ അകത്ത് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതാണ് വിഷയം. അവർ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പ്രോബ്ലമാണ്. നിക്ഷേപം സാധാരണ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം നിക്ഷേപിച്ചാൽ മതി. പക്ഷേ ഉടമ്പടി ഹെവി ഡ്യൂട്ടി ടൈം ഷോർട്ടനിങ് കണ്ടൻ്റ് ഉള്ളത് കാരണം നമ്മൾ ഉടമ്പടിയുടെ കറസ്പോണ്ടിങ് തനത് നിക്ഷേപം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. പിന്നെ എന്താണ്? ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പുതിയ കണ്ടുപിടുത്തമൊന്നുമില്ല. പണ്ട് മുതലേ ബൈബിളിൻ്റെ ഫണ്ടമെൻ്റൽ റെവലേഷൻ്റെ ഭാഗമാണ്. കാര്യം ചൊല്ലുന്നതിനേക്കാൾ വലുത് ചെയ്യുന്നതാണെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പാലിക്കുന്നതിലൂടെ എത്രയും വേഗം ഞങ്ങളെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6:20 വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് എത്രയും വേഗം ഞങ്ങളെ ദൈവാനുഭവത്തിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭക്തിയോടെ പറയുക, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 81:13. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രയേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അതിവേഗമെന്ന് പറയുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട്. എന്താണ്? സങ്കീർത്തനം 81:13. എൻ്റെ ജനം എന്ന് പറഞ്ഞ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം എന്ന് പറയുന്ന ടൈം ഷോർട്ടനിങ് വരണേ എങ്ങനെയാണ്? ഉടമ്പടി പ്രകാരമാണ്. എന്താണ്? എൻ്റെ ജനം എന്ന് പറഞ്ഞ്,
എന്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. കൈയടിച്ച് കർത്താവിനെ ജീവിതം അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ആരാധന ഞാൻ ഇങ്ങനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെന്ന് പറയുമ്പോഴേ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് കൂടി നിങ്ങൾ അറിയണം. ആരാധനയാണ് നടക്കുന്നത് ഇവിടെ. ഈശോയാണ് ഇതിൻ്റെ പരമാധ്യക്ഷനായിട്ടുള്ളത്. ഈ ചെയർ എപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈശോയുടെ ഈ ശുശ്രൂഷയെ ഈശോയുടെ സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്യണത്. ഇടയ്ക്ക് പറയുന്ന ഈ സുഹൃത ജപങ്ങളാണ് പരിശുദ്ധ പരമദിവ്യക. അപ്പം നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് തന്നെ പറയണത്, അല്ല ചുമ്മാ ഇങ്ങനെ സ്റ്റാച്ചു അവർ ചെയ്ത പരമദിവ്യകാരണത്തിന് എങ്ങനെ പറയണത്? നിങ്ങളപ്പോൾ ഇവിടെ ഇല്ലെന്ന് അർത്ഥം. നിങ്ങളിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോഴേ. അതായത് നമ്മളുടെ ശുശ്രൂഷയെ, ഉടമ്പടി ധ്യാനത്തെ ആരാധനയുമായിട്ട് ലിങ്ക് ചെയ്യണത് ഈ ഒരു സുഹൃത ജപമാണ്. ഗ്രീനി ബ്ലെസൻ്റ് എന്ന് പറഞ്ഞൊരു നേഴ്സ് ഈ ദിവസം സാക്ഷ്യം പറയും. ഗ്രീനി ബ്ലെസൻ്റ് അവർ പാലാ എവിടെയുള്ളത്. അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവരിതുപോലെ കുറച്ച് ഏജ്, നമുക്കറിയാമല്ലോ, അവർക്ക് 10-50 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വിദേശത്തേക്ക് പോകാനുള്ള ഈ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂ അവർക്ക് അത്രയ്ക്ക് അതിനകത്ത് സ്കോപ്പില്ല. സച്ച് റീസൺസ് ഇല്ലാതെ അവർക്ക് ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ അവർ ഗൂഗിളിൽ പ്രോഗ്രാം ചെയ്തിട്ട് അവർ തൊടുപുഴ വഴി അവരുടെ ഇൻ്റർവ്യൂ കൗണ്ടറിലേക്ക് പോവുകയാണ്. എറണാകുളത്തെ ഇൻ്റർവ്യൂ കൗണ്ടർ പാലായിൽ നിന്ന് തൊടുപുഴ വഴി ഗൂഗിൾ മാപ്പ് കറക്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാറ് ആലപ്പുഴ വഴി വരുന്നു. അത് നല്ല സാക്ഷികൾ കേൾക്കാൻ. അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ വഴി എറണാകുളത്ത് പോകാനാണ് ഗൂഗിളിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ഒരു സെക്കൻഡ് നോക്കുമ്പോൾ കാറ് ചങ്ങനാശ്ശേരി റൂട്ടിലാണ് വരണത്. അപ്പോൾ കുറേ ഇങ്ങനെ ഓടിപ്പോയി ഇങ്ങോട്ട്. അപ്പോഴവർക്ക് അവർ കൂടെ നിന്ന് ഡ്രൈവർ പറയും, ഡ്രൈവറോ ഭർത്താവോ ആരോ അവർ വണ്ടി ഓടിക്കുന്ന കക്ഷി, ഇതെന്ത് ഇപ്പോൾ വണ്ടി ഇങ്ങനെയല്ല പോണതെന്ന് ചോദിക്കുക. അപ്പോഴും ഉടനെ ഇവിടെ തിരിച്ചു പറഞ്ഞ മറുപടി കറക്റ്റാണ്. അത് അമ്മയെടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ റെസ്പോൺസാണ് പ്രശ്നം. അത് ആലപ്പുഴ വഴി, ഇപ്പം നമ്മൾ തൊടുപുഴ വഴി മൂവാറ്റുപുഴ വഴി പോകാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആലപ്പുഴ വഴിയാണ് ഗൂഗിള് നമ്മൾ അങ്ങനെയല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വണ്ടി ആലപ്പുഴയ്ക്ക് വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അമ്മയെടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു അനുഗ്രഹമാണ്, നമുക്ക് ആ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ 7:15 ഇവിടെ ലാൻഡ് ചെയ്യും. എന്നിട്ട് അമ്മയുടെ അമ്മ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, സ്കോപ്പില്ലെന്ന് പറയും. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. അവർക്ക് ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട്, വേറെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മെറിറ്റില്ലെങ്കിൽ പിന്നെ ഉള്ള സ്കോപ്പ് എന്താണ്? ഗ്രേസാണ് സ്കോപ്പ്. അത് നിങ്ങളിത് ടെക്നിക്കൽ എപ്പോഴും അച്ഛൻ പറയും, ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ കുറേയധികം കാര്യങ്ങൾ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ദൈവത്തിനോടുള്ള ഇടപെടലിൻ്റെ എല്ലാവിധ ഇക്വേഷൻസും എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ഉടമ്പടി എടുക്കുന്നവർ കാണാതെ പഠിക്കാതെ നിവർത്തിയില്ല. കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Ephesians 2:8 അതെല്ലാ ധ്യാനത്തിലും ഞാൻ പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഈ ധ്യാനം ചിലപ്പോഴും ആദ്യമായിട്ട് കൂടുന്ന ആൾക്കാരുണ്ടാവും. ഉടമ്പടി വന്നിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല, കേരളത്തിൽ പോലും വന്ന് കാണത്തില്ല. പക്ഷേ ധ്യാനം കൂടുന്നവരുണ്ടാവും. മലയാളികൾ, കേരളത്തിലില്ലാത്ത എത്രയോ മലയാളികളുണ്ട്.
പക്ഷേ അവരൊക്കെ ഈ ചിലപ്പോൾ ഈ ധ്യാനം കൂടുമ്പോൾ ഉടമ്പടി എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ബേസിക് എല്ലാപ്പോഴും ഞാൻ പറയും. മനഃപൂർവ്വം പറയണതല്ല, പറഞ്ഞു വരുമ്പോൾ ഈശോ അത് പുട്ടിൻ്റെ പൊടി പോലെ ഇട്ട് തരണത് നമുക്ക്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പം മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആകരുത്. മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗമേ മാത്രമേ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ഭാഗമുണ്ട്, അത് ഗ്രേസാണ്. എഫെസ്യസ് 2:8 എന്താ പറയണത്? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നാണ്. അപ്പോൾ ഈ കൃപ എങ്ങനെ ആർജിക്കാൻ പറ്റും? കൃപ എങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണത്? കൃപ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അതിന് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യമാണ് ഉടമ്പടിയിൽ അപ്ഡേഷൻ വരണത്. മറ്റേ നിങ്ങളുടെ മെറിറ്റിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻസിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. ചിലപ്പോൾ നിങ്ങളുടെ 90% മാർക്ക് നിങ്ങളുടെ മെറിറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയോറിറ്റി നിങ്ങളുടെ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടി ഫോക്കസ് ചെയ്യേണ്ടത് മെറിറ്റിലല്ല, ഗ്രേസിലാണ്. അതുകൊണ്ട് ചില കുഞ്ഞുങ്ങളെ പറഞ്ഞ അച്ഛാ ഒന്നും മനസ്സിലായിട്ടില്ല അച്ഛാ, ഞാൻ എല്ലാ പരീക്ഷയും പോയെന്ന്. സ്പീക്കിങ്ങിൻ്റെ അത് പോയി, എനിക്കറിയാവുന്നത് കയ്യിൽ നിന്ന് പോയെന്നറിയാം. സ്പീക്കിങ് പോയി, പിന്നെ റീഡിങ് പോയി, എല്ലാം പോയി. പൈസയും ഇല്ല. ഞാൻ ഭർത്താവിനോട് അവസാനത്തെ കാശ് ഇനി ഞാൻ നിങ്ങളെ കാശ് മേടിക്കാൻ വേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഒരു ചാൻസ് കൂടി എനിക്ക് തരാൻ പറഞ്ഞ് ഭർത്താവിനോട് കാശ് OITയുടെ കാശ് ലാസ്റ്റ് മേടിക്കണം. അവരോട് വന്ന് നമ്മുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കണ കാണാം. ഇത് കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ എമർജൻസി കേസെല്ലാം എടുക്കണം. എൻ്റെ കാര്യം അതാണ്. എല്ലാ എമർജൻസി ആണെന്ന് കണ്ടാൽ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, വസ്തുനിഷ്ഠമായ കാര്യമാണ്, എനിക്ക് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അച്ഛനെടുക്കും. അതിന് ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അവർ ഒരു ദിവസം പോലും വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞായറാഴ്ച പിന്നെ ആരെയും കാണത്തില്ലെന്ന് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ഞായറാഴ്ച മാത്രമേ ഈ ധ്യാനം നിൽക്കുന്ന കാരണം ധ്യാനം കഴിയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായി പോകും. ഈ കാണുന്ന കാഴ്ചയല്ല, ഇത് ശുശ്രൂഷയായ കാരണം അതിൻ്റെ പവർ എമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിസ്റ്റവും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കെല്ലാ ദിവസവും ഇപ്പോൾ ഇന്നലെയൊക്കെ ഇതിൻ്റെ 3 ഇരട്ടി ആളല്ലേ ഇവിടെ. അപ്പോൾ 10-700 ഉടമ്പടിയാണ് ഇന്നലെ നടന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതന്നെ അവസ്ഥ. പക്ഷേ എല്ലാ ദിവസവും ഞാൻ നിൽക്കും. എല്ലാ ദിവസവും നിൽക്കുമ്പോൾ എന്താ, ഈ എമർജൻസി കേസ് എടുക്കാൻ വേണ്ടി നിൽക്കണതാണ്. എമർജൻസി അവിടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി അമ്മയുടെ കയ്യിലാണ് ഉള്ളത് ഈ സംഭവം. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു, മക്കളെ പരീക്ഷ പൊട്ടിയാന്ന് ഞാൻ പറഞ്ഞു, പൊട്ടിയിട്ടില്ല. ആരാ പറയണത്? നിനക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്നല്ലേ പ്രശ്നമുള്ളൂ. അതിൻ്റെ മെറിറ്റാണ് പോയിരിക്കുന്നത്. ഗ്രേസിൻ്റെ ചാൻസ് ഉണ്ടല്ലോ, ഗ്രേസിൻ്റെ ചാൻസ് ഇല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഓരോ സാക്ഷ്യം ഓർത്തോർത്ത് പറയുക. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലിസി മലപ്പുറം ഇടമണ്ണിടവക അവിടെ നിന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഈ ലിസി ചേച്ചി കുറേ സാക്ഷ്യം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സാക്ഷ്യമാണ് ഞാൻ പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു മകളുണ്ട്. അവരുടെ മകൾ IELTS എഴുതി അവൾ തോക്കും. തോറ്റ് കഴിയുമ്പോൾ ഒന്നാമത് തോക്കും, പിന്നെ രണ്ടാമത് എഴുതും, അത് തോക്കും, പിന്നെ മൂന്നാമത് എഴുതും, അത് തോക്കും. അപ്പോൾ രണ്ടാമത് എഴുതി തോക്കുമ്പോൾ ഇവർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് മൂന്നാമത് എഴുതി അത് തോക്കും, നാലാമത് എഴുതി അത് തോക്കും. അത് തോക്കുമ്പോൾ ഇവളുടെ ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഇവളുടെ വിശ്വാസം എല്ലാം പോവുക. ഉടമ്പടി എടുത്തിട്ടും അവൾ ഉടമ്പടി IELTS തോറ്റല്ലോ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറയും എനിക്ക് ത്രില്ലാണെന്ന് പറയും. എന്താണ് തോറ്റതിൻ്റെ ത്രില്ലേ? ഇത് ഫസ്റ്റ് ടൈം ഐ ആം ഹിയറിങ് ഇറ്റ്. തോക്കുമ്പോൾ നമുക്ക് ഡൗണായി ഡിപ്രസ്ഡായി പോകണമല്ലേ ആൾക്കാർ സാധാരണ ചെയ്യണത്. അപ്പോൾ അമ്മ ചോദിക്കണത് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കണ എന്താ കാര്യം? എന്താണ് നിനക്ക് വിശ്വാസം വല്ലതും പോയാ എന്നതിൻ്റെ അർത്ഥം. അമ്മമാർക്ക് ഉൾക്കണ്ടയാണല്ലോ. മക്കളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒന്നും നടന്നില്ലെങ്കിൽ അപ്പം തന്നെ പ്രാർത്ഥനയും പോയി പള്ളിയും പോയി എല്ലാം പോകുന്ന ഒരവസ്ഥയാണ്. അത് പുതിയ ആൾക്കാരുടെ ഒരു അവസ്ഥയാണത്. എന്തായിക്കോട്ടെ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ നീ ഓക്കെ അല്ലേ? അപ്പോൾ നാലാമത്തെ പ്രാവശ്യം തോറ്റതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പോൾ പറയും എനിക്ക് ത്രില്ലാണ് ഇനി എഴുതാനെന്ന്. അപ്പോൾ അമ്മ പറയും നീ എഴുതണ്ടെന്ന് പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എഴുതണമെന്ന് പറയാൻ കാര്യം, ഇവരോട് അമ്മ പറയും ഇനി അവളെ കൊണ്ട് എഴുതിക്കേണ്ടെന്ന് പറയും. എന്താ കാര്യം? ഉള്ളതിൽ തന്നെ അവൾ എഴുതി വച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ അമ്മ ഇവൾക്ക് മറുപടി കൊടുക്കും. എന്താണ്? ഇനി എഴുതണ്ട, ഇനി റീവാലുവേഷൻ കൊടുത്ത് കൊച്ച് ചിന്തിച്ചിട്ടില്ല, മോള് ചിന്തിച്ചിട്ടില്ല.
അമ്മ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നീ എഴുതത്തില്ല. കാര്യം എന്താണ്? അമ്മ നിന്നെ ജയിപ്പിക്കും. എന്താ കാര്യം? നമ്മൾ റീവാലുവേഷൻ കൊടുക്കും. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ പറയും റീവാലുവേഷൻ കൊടുക്കുമ്പോഴും എഴുതിയ കാൻഡിഡേറ്റിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകുമല്ലോ. ഇന്ന കൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി ചിലപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത വിഷയമായിരിക്കാം, ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആൾക്കങ്ങനെ ഒരു സാധ്യതയില്ല. റീവാലുവേഷൻ ഒരു സാധ്യത കാൻഡിഡേറ്റിനില്ല. പിന്നെ കുട്ടിയുടെ അമ്മയ്ക്കാണ് റീവാലുവേഷൻ്റെ സാധ്യതയുള്ളത്. അത് മെറിറ്റല്ല, പിന്നെ എന്താണ്? ഗ്രേസാണ്. എന്താണ്? പരിശുദ്ധ അമ്മ റീവാലുവേറ്റ് ചെയ്യുമെന്ന് അതിൻ്റെ അർത്ഥം. ഈ സാക്ഷ്യത്തിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോഷുവ 1:9 ഒന്ന് വായിച്ചോളൂ. ജോഷുവ 1:9, അതുപോലെ തന്നെ നിയമാവർത്തനം 31:6, കുറേ വാഗ്ദാനങ്ങളെ ഈ ഒരു സാക്ഷ്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ത്രില്ലടിക്കണത്. വസ്തുത അവർ പറയുന്ന ത്രില്ല് പിന്നെ ബിബ്ലിക്കലായിട്ട് ത്രില്ലല്ല, അത് വേറൊരു സബ്ജക്റ്റാണ്. അവർക്ക് ബിബ്ലിക്കലായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നാട്ടു ഇംഗ്ലീഷിൽ അവർ ത്രില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ത്രില്ലല്ല, അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ, നമുക്കൊരു ഉറ്റവർ രോഗിയായി മാറുമ്പോൾ പെട്ടെന്ന് ദൈവം നമ്മുടെ തകർന്നു പോയ മനസ്സിലേക്ക് റീഫോർമാറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് റീഫോർമാറ്റ് ചെയ്യും. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, അത് പറയുന്നത് ജോഷുവ 1:9 പിന്നെ നിയമാവർത്തനത്തിൻ്റെ 31:6. ലെറ്റ് കം ടു ദി ടെസ്റ്റ്. വായിച്ചോളൂ. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണം. പറഞ്ഞോളൂ. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതൊന്ന് ആവർത്തിച്ച് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ്. കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ശ്രുതികട്ടെ കൂടെയുണ്ട് ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിയമാവർത്തനം 31:6. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. നിയമാവർത്തനം 31:6. ഇതെല്ലാം വരുന്നത് നിന്റെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. ഒന്ന് പറഞ്ഞേ. ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. ദൈവമാണ് കൂടെ വരുന്നതെന്നുള്ളത് ഉടമ്പടിയുടെ മാത്രം പാക്കേജാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ട് ഇപ്പം അവർ പറഞ്ഞത് 4ാമത്തെ പ്രാവശ്യം IELTS തോറ്റപ്പോഴും അവർക്ക് കെട്ടിത്തൊങ്ങാൻ കയറിടത്തുനിന്നല്ല പറഞ്ഞിരിക്കുന്നത്, ത്രില്ലടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഇതാണ് മനസ്സിലായോ? പരീക്ഷയൊക്കെ നോക്കുമ്പോൾ ആ പിള്ളേർ ആത്മഹത്യയല്ലേ ചെയ്യണത്. അതാണ് ലോകവും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് തോറ്റ കുട്ടി അവർ പറഞ്ഞ ത്രില്ലടിച്ചതെന്ന് പറയുമ്പോൾ അവർക്കത് പറയാൻ അറിയാൻ പാടില്ലാതിനാണ്. അവരുടെ എന്താ സംഭവിച്ചിരിക്കണത്? അവർക്ക് അഭിഷേകം കിട്ടിയിരിക്കുകയാണ്.
ഇനിയൊരു 10 IELTS കൂടി എഴുതാനുള്ള ബാല്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചങ്കൂറ്റം വന്നിരിക്കുകയാണ്, ആത്മീയ ചങ്കൂറ്റം. ഈ ആത്മീയ ചങ്കൂറ്റം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ദൈവപൈതലേ, നീ ഉടമ്പടി എടുക്കുമ്പോൾ നീ എന്തിൻ്റെ ഭാഗമാകുന്നു? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഭാഗമാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിനക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വേറെ ഏത് പ്രാർത്ഥനാ രൂപമുള്ളത്? എക്സെപ്റ്റ് ദ കവനൻ്റ് അല്ലാതെ. വൈ കവനൻ്റ്? എന്തുകൊണ്ട് കവനൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ഇതാണ്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നത് കവനൻ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധ കുർബാനയിൽ സാന്നിധ്യമില്ലേ? സോ വൈ ഡൗട്ട്? എന്താ കാര്യം? ബിക്കോസ് ഹോളി ക്രൂസ് ഇസ് എ കവനൻ്റ്. പരിശുദ്ധ കുർബാന എന്താണ്? കവനൻ്റ് മാത്രമേ സാന്നിധ്യം കൊടുക്കുന്നുള്ളൂ. ബാക്കി അതായത് ഇപ്പോൾ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കുട്ടിക്ക് ദൈവസാന്നിധ്യം വന്നതാണ്. അവരെന്താ പറയണത്? എനിക്ക് ത്രില്ലാണ് ഒന്നുകൂടി എഴുതാൻ. അതായത് അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. അതാണ് ജോഷുവ 1:9. അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. പിന്നെ എന്താ കാരണം? ദൈവമായ കർത്താവാണ് കൂടെ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഭവനത്തിൽ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുമ്പോഴാണ് അവർക്ക് ശക്തി ലഭിക്കണത്, അവർക്ക് ധൈര്യം കിട്ടണത്. ആ കുട്ടിക്കത് പറയാൻ അറിയാത്തത് കൊണ്ടാണ് അവൾ പറഞ്ഞത് എനിക്ക് ത്രില്ലടിച്ചിരിക്കണമെന്ന് പറയുന്നത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആധുനിക മനുഷ്യൻ, പുതിയ കാലത്തെ മനുഷ്യൻ്റെ പുതിയ കാലത്തെ ഡിമാൻഡ്സ്, ആവശ്യങ്ങൾ, അതിനോട് കൂടെ അപ്ഡേറ്റ് ചെയ്താണ് ഉടമ്പടി വരുന്നത്. ശരിക്കും ഇപ്പോൾ ചേച്ചി ഗ്രീനി ബ്ലസൻറ്റിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? അവിടെ ഗൂഗിൾ തിരിഞ്ഞു പോയെന്ന് വന്നില്ലേ? ഗൂഗിൾ തിരിഞ്ഞു പോയി ഒരു ആലപ്പുഴ വഴി കൊണ്ടുപോയെന്ന്. എന്താ അവരുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, വിസ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് റിജക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തന്നെയല്ല COS എന്ന് പറഞ്ഞ പേപ്പർ വേണം, പോകുന്നവർക്കറിയാം. അവർ ജോലിക്ക് പോകണമെങ്കിൽ COS പേപ്പർ വേണം. എന്താണ്? എഗ്രിമെൻ്റാണ്. അവിടെ നമുക്ക് വിസ തരണ മുമ്പ് COS പേപ്പർ നമ്മുടെ എഗ്രിമെൻ്റ് തരും. ഈ COS പേപ്പർ കിട്ടാൻ വേണ്ടി മിക്കവാറും എടുക്കുന്നത് 5 മാസം എടുക്കും സാധാരണ. ചിലക്ക് 2 കൊല്ലം കഴിഞ്ഞാലും കിട്ടത്തില്ല. ഇവർക്ക് ഏജ് ഇപ്പോൾ 50, 10, 52 വയസ്സുള്ള ആളിനെ ഈ ഗൂഗിൾ മാപ്പിലൂടെ മാതാവ് തിരിച്ച് ഇറക്കി മാതാവിൻ്റെ മുമ്പിൽ കൂടി കൊണ്ടുപോകണില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോകല്ലേ? ഇവിടെ COS പേപ്പറിൻ്റെ ടൈം എത്രയാണെന്ന് അറിയാവോ? 5 ദിവസം. കൈയടിച്ച് കർത്താവ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് ഡോക്ടർ ഗ്രേസിൻ്റെതാണ്. ഗ്രേസ് എന്ന ഡോക്ടർ റോസൻ ഗൈനക്കിൻ്റെ ഡോക്ടറാണ്, ഗൈനക്കോളജിയാണ്.
അവിടെ സാക്ഷ്യം കണ്ടു കാണും അല്ലേ? എല്ലാവരും കണ്ടു കാണും അല്ലേ? ആ സാക്ഷ്യത്തിൻ്റെ രീതി ഇപ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം നോക്കണം. ഇവർ ഗൈനക് ഡോക്ടറാണ്, പക്ഷേ ഇവർക്ക് കുട്ടികളുണ്ടാകത്തില്ലേ? അതൊന്നും ചിന്തിച്ച്, കുട്ടികളുടെ ഡോക്ടറല്ലേ ഗൈനക് എന്ന് പറയണത്, പക്ഷെ അവർക്ക് കുട്ടികളുണ്ടാകത്തില്ല. അതിൻ്റെ കാരണം അവർക്ക് ഗ്രേസ് ഡിസീസാണ്. ഒരു കുട്ടി ഉണ്ടായി അബോർട്ടായിപ്പോയി, ഒരു കുട്ടി ഉണ്ടായി അബോർട്ടായിപ്പോയി. ഗ്രേസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസമാണ്. തൈറോയിഡ് തന്നെ ഏറ്റവും കൂടിയതാണ്. അപ്പോൾ അവരും ഗൈനക്കിൻ്റെ ഡോക്ടറായത് കാരണം അവർക്കറിയാം കുട്ടി ഉണ്ടാവത്തില്ലെന്നറിയാം. ഈ ഒരു ഡൈക്കോട്ടമി കണ്ടാവും. സയൻറ്റിഫിക്കലി ഷീ നോസ് അവർക്കത് ബെയർ ചെയ്യാൻ, കുട്ടിയെ ബെയർ ചെയ്യാൻ പറ്റത്തില്ലെന്നും അവർക്ക് ഹൈപ്പർ തൈറോയിഡിസമാണെന്നും അവർക്കറിയാം. കൂടാതെ അവർ നമ്മുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആലപ്പുഴ കേരളത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ചെന്നപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഡോക്ടറിന് അറിയാമല്ലോ കുട്ടിക്ക് കൈയും കാലും ഉണ്ടാകത്തില്ലെന്നും. അതായത് ഹൈപ്പർ തൈറോയിഡ് അമ്മയ്ക്കുണ്ടെങ്കിൽ അവർ പ്രഗ്നൻ്റായ കുട്ടിക്ക് കൈയും കാലും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോൾ ഇവർ സാക്ഷ്യം പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണ വെച്ചാൽ, അവർ പറയണത് ഈ ലോകത്ത് എത്ര ജ്ഞാനമുണ്ടായാലും, അവർ പറയുന്നുണ്ടത് ഈ ലോകത്ത് എത്ര ജ്ഞാനം ഉണ്ടായാലും, ഞങ്ങൾ കുടുംബത്തോടെ ഡോക്ടർമാരാണ്. ഞാൻ ഡോക്ടർ, എൻ്റെ ഭർത്താവ് ഡോക്ടർ, അപ്പൻ ഡോക്ടർ, അമ്മ ഡോക്ടർ, ഞങ്ങൾ കുടുംബത്തോടെ ഡോക്ടർമാരാണ്. പക്ഷേ എങ്കിലും അവർ പറയണത്, അവരുടെ ആ വാക്ക്, ആ ഗൈനക്കിൻ്റെ വാക്ക് എന്താണ്? ഇവിടെ സാക്ഷ്യം പറയണത്, ഇവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? ഈ ലോകത്ത് എത്ര, നിങ്ങൾ കേൾക്കണം അത്, അവർ പറഞ്ഞത് ഈ ലോകത്ത് എന്തുമാത്രം ജ്ഞാനം ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ജ്ഞാനമെന്ന് പറയുന്നത് ലോകം കൊണ്ട് നടക്കുന്നത് ഈശോയും അമ്മയുമാണെന്ന്. കൈ ഇടിച്ച് കർത്താൻ ശ്രദ്ധയില്ല. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർഗീയ പമ്പലമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ഇതിൻ്റെ എല്ലാ ചാലഞ്ചും ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഗൈനക് ഡോക്ടർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാം. അവർക്ക് കിട്ടി ജന്മത്തിൽ കുട്ടി ഉണ്ടാകാൻ പോണില്ല, ഉണ്ടെങ്കിൽ തന്നെ കൈയും കാലും ഉണ്ടാകാൻ പോണില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ പറയും, അമ്മ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ വിശ്വസിക്കും എന്താണ്? ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ അപ്പുറത്തെ, ഈ ഗ്രേസ് ഡിസീസിൻ്റെ അപ്പുറത്തെ, ഈ സയൻസിൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് കൈയടിച്ച് കിടത്താൻ ജീവിതം ധന്യമാക്കിയിടും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമാക്കിയിടും. എല്ലാ പ്രാതികൂല്യങ്ങളുടെ ഇടയ്ക്ക് വിശ്വാസത്തിൻ്റെ കൈ കൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു മേടിക്കുന്ന ഒരു
സാക്ഷ്യമാണത്. ആ കുഞ്ഞിനെയും കൊണ്ടാണ് സാക്ഷ്യം, മിടുക്കനായ നല്ല കൊച്ച്. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഒരു സാക്ഷ്യം പറയണത്. അത് ആ കുഞ്ഞിനോട് 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഈ കൊച്ചിന് ഡൗൺ സിൻഡ്രോമാണ്. അവർ പറയുന്നുണ്ട്, എനിക്കിത്തിരി പേടി തോന്നിയായിരുന്നു, പക്ഷേ ഞാൻ അമ്മയെ ആശ്രയിച്ചെന്ന്. ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി, പക്ഷേ കൊച്ചിന് ഡൗൺ സിൻഡ്രോം ആണ് സ്കാൻ ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് സമയമുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് സമയമുണ്ടല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം? ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, എയർ ഹോസ്റ്റസിൻ്റെ സാക്ഷ്യം. അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ സാക്ഷ്യം പറയണത് എയർ ഹോസ്റ്റസ് തന്നെയാണ് സാക്ഷ്യം പറയണത്. പക്ഷേ എന്താ ആ സാക്ഷ്യത്തിൻ്റെ പേര് അമ്മയുടെ പേരിലാണ്. അമ്മയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണത്, അവരുടെ പേരും സ്ഥലവും പറഞ്ഞ്. അതിനുശേഷം അമ്മ പറയുന്നത് എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവരിതാണ് സാക്ഷ്യം പറയണത്. അതുകൊണ്ടാണ് അവരുടെ പേര് അവർ പറയാത്തത്. നമ്മുടെ ഉടമ്പടി കിടപ്പുണ്ട്, നമ്മുടെ യൂട്യൂബിൽ ആ പേര് ആ സാക്ഷ്യം കിടപ്പുണ്ട്. പക്ഷേ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എയർ ഇന്ത്യയുടെ എയർ ഹോസ്റ്റസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകും. അപ്പോൾ ഇവർ ഓക്കെ ആവും. അവർക്ക് പഠിപ്പുമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാ സംഭവമുണ്ട്. അപ്പോഴേ പറയും ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ അപ്പോയിൻറ്റഡ് ആണെന്ന് പറയും. പക്ഷേ അപ്പോയിൻ്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ലാസ്റ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് അപ്പോയിൻമെൻ്റ് ആകണത്. ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ മെഡിക്കൽ എടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവും. 1.7 സെൻറ്റിമീറ്റർ സിസ്റ്റ് ഇവിടെ യൂട്രസിലുണ്ടാവും. 1.7 സെൻറ്റിമീറ്റർ സിസ്റ്റ് യൂട്രസിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ റേഡിയോളജിസ്റ്റ് പറയും ഈ റിപ്പോർട്ട് കൊടുക്കരുത്, ഈ റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങളുടെ ജോലി പോകുമെന്ന് പറയും. അപ്പോഴേ ഇവളുടെ അമ്മ പറയും കൃപാസന അമ്മയെ പോയി കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറയും. അതാണ് വിഷയം. അവർ ഇവിടെ വന്ന് അവർക്ക് ചീട്ടക്കോളി ഇതാണ് എമർജൻസി എന്ന് പറയണത്. അത് എമർജൻസി അല്ലേ? അപ്പോൾ എമർജൻസി ആകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ അവളെ കണ്ടായിരുന്നു. ഒരു ദിവസം 10-80 പേര് ഞാൻ കാണും. ഞായറാഴ്ച ഉച്ച എല്ലാ ദിവസവും കാണും ആൾക്കാരെ. ഞായറാഴ്ച ധ്യാന ദിവസം ആയതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞോളൂ, മോളെ പിടിക്കണ്ട, ഈ ജോലി നഷ്ടപ്പെടത്തില്ല നിനക്ക്. നീ വിശ്വാസത്തോടെ ഉടമ്പടി തൈലമെടുത്ത് യൂട്രസിൽ ഒരു കുരിച്ചിട്ടിട്ട് പോയി സ്കാൻ ചെയ്തോളാൻ പറയും. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നമ്മുടെ ഉണ്ടല്ലോ, 1.7 റിപ്പോർട്ട് കയ്യിലുണ്ടല്ലോ സിസ്റ്റം എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സാക്ഷ്യം. 1.7 അവളുടെ യൂട്രസ് 1.6 സിസ്റ്റം എന്നുള്ളത് സാക്ഷ്യ സ്കാൻ റിപ്പോർട്ട് നമ്മുടെ ഉള്ളതാണ്. ഒരു ദിവസമേ ഉള്ളൂ മാറിയിട്ടുള്ളൂ. ഒരു ദിവസം മാറിക്കഴിയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം വീണ്ടും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പക്ഷേ റേഡിയോളജിസ്റ്റ് പറയും ചെയ്യരുത്, ചെയ്താൽ ഇത് അവിടുത്തെ എയർ ഇന്ത്യയുടെ ഡോക്ടർമാരല്ലേ ഇത് പരിശോധിക്കേണ്ടത്, അവർ നിങ്ങൾ എടുക്കത്തില്ലെന്ന് പറയും. അപ്പം അതുകൊണ്ട് അമ്മയെ കാണും. അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവരോട് ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി തൈലമെടുത്ത് യൂട്രസിൽ നേരെ പൊക്കിളിന് താഴെ ഒരു കുരിച്ചിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പോയി സ്കാൻ ചെയ്തോളാൻ പറയും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയ സാക്ഷ്യം. അതായത് നമ്മൾ എന്ത് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആര് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. കാര്യം ഉടമ്പടി തൈലം ഒത്തിരി പേര് ആപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ അനുഭവങ്ങൾ വെട്ടിക്കിട്ട അനുഭവങ്ങളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒക്കുക. ചിലർക്ക് ചോദിക്കില്ല ഇത് എണ്ണ തേച്ചപ്പോൾ എന്ത് സംഭവിക്കാനാണെന്ന്. അത് എന്താണെന്ന് ആ എണ്ണയെന്ന് ആദ്യം അറിയണം. ഒന്നാമത്തിൽ അത് ഉടമ്പടി തൈലം ഒലിവ് ഓയിൽ കർത്താവിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്, റോമർ 10:9 അനുസരിച്ചാണ് അത് എംപവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ പവർ റിലീസ് ചെയ്യണം നിങ്ങളും ഇതിൻ്റെ അകത്ത് ആ പ്രിൻസിപ്പിൾ തന്നെ അതേ ഫോർമുല തന്നെ ഉപയോഗിക്കണം. എന്താണ്? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. പിന്നെ എന്താണ്? ദൈവം അവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. രണ്ടും രണ്ട് സംഭവമാണ്. രണ്ടും ഒന്നല്ല. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, രണ്ടും പറയേണ്ടി വരും. നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അതാണ് ചെയ്യണത്, അല്ല ഒരു പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുകയല്ല. കാര്യം ഞങ്ങളിൻ്റെ ഇൻകൾക്കേറ്റ് ചെയ്ത പവറിനെ റിലീസ് ചെയ്യാണ്. പ്രമിത്തരെ അത് ടു റിലീസ് പ്രാമിസല്ല, വാഗ്ദാനങ്ങളല്ല, അങ്ങനെയല്ലേ പ്രാപിക്കണത്. നമ്മൾ വിശ്വാസം അല്ലെ വിശ്വസ്തത കൊണ്ടാണ് ഇതിനെ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. അതാണ് എൻ്റെ പാസ്വേഡ്, ഫിഡലിറ്റിയാണ് എൻ്റെ പാസ്വേഡ്. അപ്പം അതനുസരിച്ചിട്ട് ഇവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പവർ ഈശോയുടെ കറക്റ്റ് ശക്തിയായിട്ടത് കൺവേർട്ട് ചെയ്യുമെന്ന്. അത് അവരുടെ കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ് മക്കളെ.
നിങ്ങൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറേ എക്സർസൈസ് തരുന്നുണ്ട്. രോഗികളെ പോയി കാണുക, അല്ലേ? അപ്പോൾ തന്നെ പാവത്തങ്ങളെ കാണുമ്പോൾ സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്നവർ രോഗികളെ കാണുമ്പോൾ അവരെ സഹായിക്കുക, വസ്ത്രം കൊടുക്കുക, കൃപാസനം പത്രം കർത്താവിനറിയാത്ത അറിയിക്കുക, അറിഞ്ഞിട്ട് ആഴപ്പെടുത്തുക, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിച്ച് അത് ഷെയർ ചെയ്യുക. ഇതെല്ലാം എക്സർസൈസുകളാണ്. എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. എന്താണ്? ചൊല്ലണ പ്രാർത്ഥന അല്ലല്ല ഉടമ്പടി. ഉടമ്പടി എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കപ്പാസിറ്റി കൂടും. കപ്പാസിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും? ക്ലെയിം കൂടും. ഉടമ്പടി അങ്ങനെ വർക്ക് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ഇത് വെറുതെ ഒരു പ്രാർത്ഥനയും ചൊല്ലി അത് മൂലക്കിടന്ന് പിച്ചുമ്പയും പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഉടമ്പടി നിങ്ങൾ വേണേൽ ഒരു ചെമ്പരത്തിപ്പൂ ചെവി വെച്ചോണ്ട് അങ്ങനെ ഇവിടെ നടക്ക്. ഉടമ്പടി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഏതെങ്കിലും മൂലക്കിടന്ന് കുറച്ച് പ്രാവശ്യം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. അത് ഉടമ്പടി അല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ക്രിസ്ത്യാനിറ്റിയിലെ എല്ലാം കൃപകളെല്ലാം കപ്പാസിറ്റി വർക്ക് ചെയ്യണത്. യോഹന്നാൻ 1:12 ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ? എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം. അല്ല ക്രിസ്ത്യൻസിനെല്ലാം കാത്തലിക്സിനെല്ലാം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആരാണ് ക്രിസ്ത്യാനി, ആരാണ് നോൺ ക്രിസ്ത്യൻസ് നമുക്ക് അറിയത്തില്ലല്ലോ. ക്രിസ്ത്യാനിയെ നോൺ ക്രിസ്ത്യനായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന നോൺ ക്രിസ്ത്യനുണ്ട്. നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് നോൺ ബാപ്റ്റിസ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ജ്ഞാനസ്നാനം എടുക്കാത്ത ആളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുവോ അതാണ് യോഹന്നാൻ 1:12. എന്താണ്? വിശ്വസിക്കുന്നവർക്കെല്ലാം ഒന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി കൈയടിച്ച് കർത്താവോടെ ഞങ്ങളുടെ കപ്പാസിറ്റി കഴിവ് വർദ്ധിപ്പിക്കാനുള്ള വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴും നിങ്ങളെ ചെല്ലുമ്പോഴല്ലേ കഴിവ് വർദ്ധിപ്പിക്കണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, യോഹന്നാൻ 1:12 അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ക്രോണോളജിക്കൽ അനുസരിച്ചുകൊണ്ട് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് വരണം. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് 40 വയസ്സുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികം 40 വയസ്സിൻ്റെ കപ്പാസിറ്റി എങ്കിലും ഉണ്ടാകണം. 40 വയസ്സുകാരന് 20 വയസ്സുകാരൻ്റെ വിശ്വാസ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ അരിയറെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ എക്സസൈസ് തരണത്. രോഗികളെ പോയി കാണാൻ പറയും, ഇല്ലേ? പിന്നെന്താണ് പറഞ്ഞത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വരും. അതെല്ലാം അധ്വാനമാണ്. എല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ്. ചെയ്യണതനുസരിച്ച് എന്താ സംഭവിക്കണത്? അതായത് നിങ്ങളുടെ കൃപ വർദ്ധിക്കും. ഇപ്പം നമുക്കറിയാമല്ലോ കാറൊക്കെ ഓടുന്നത് എങ്ങനെയാണ്. നമ്മളെ കീ കൊടുത്തിട്ട് ശേഷം ആദ്യം ബാറ്ററിയിലുള്ള കറണ്ട് കൊണ്ടാണ് ഈ സാധനം ഓടുന്നത്, അല്ലേ? അതിനുശേഷമാണ് പിന്നെ പെട്രോളിലേക്ക് ഈ സാധനം പോണത്. ഓടിക്കഴിയുമ്പോൾ ഡൈനാമോ എല്ലാം വർക്ക് ചെയ്തിട്ട് പിന്നെ അതിവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓടാൻ തുടങ്ങും പെട്രോൾ. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ബാറ്ററിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കറണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണത്.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് മിനിമം നമ്മുടെ കയ്യിൽ പവറുണ്ട്, അത് വെച്ച് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ ഉടമ്പടിയായിരിക്കും നിങ്ങളെ കൊണ്ട് നടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉടമ്പടിയായിരിക്കും. കാര്യം ഉടമ്പടിയിൽ ഒത്തിരിയേറെ പവർ ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനം പാലിക്കുകയല്ലേ. കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതുപോലെ അതെല്ലാം ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്യണം. അതായത് എന്ന് വെച്ചാൽ തീവ്രമായ ഭക്തിയോടും ദൈവസ്നേഹത്തോടും ചെയ്യണം. അല്ലാതെ ആക്കാനും വേണ്ടി ഒക്കാനവരെ ചെയ്യരുത്. അത് ചെയ്യണ രീതികളൊക്കെ ഉണ്ട്. അയ്യോ ഇത് തിരുണ്ട്, ഇനിയിപ്പോൾ 10 1 2 3 ഇനി 8 പത്രമുണ്ട്, ഇത് എവിടെ കൊടുക്കാനാണ് ദൈവം മണ്ണാങ്കട്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക വായിലും മണ്ണ് വീഴാനുള്ള സാധ്യതയുണ്ട്. കാര്യം 8 പത്രം ഉണ്ടാകുമ്പോൾ ഒരു ചെടുത്ത് ദിവസം ഒരു സാക്ഷ്യം പറയണേ, ഞാൻ എൻ്റെ പത്രമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളി ചെല്ലുമ്പോഴുണ്ട്, അവിടെ ഇരിക്കുന്ന കുറേ പത്രം, ഞാൻ പിന്നെ അതെടുത്ത് വിതരണം ചെയ്തെന്ന്. എന്ത് ക്രേസാണ് അവർക്ക്. ആരാണ്ട് മടിയന്മാർ വെച്ചിട്ട് പോയതാണേ. ഓരോരുത്തർക്കും കൊടുക്കേണ്ട സംഭവം ഇവർ ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി എവിടെച്ചാലും പറ്റിപ്പ് എങ്ങനെ ആരെ പറ്റിക്കാതെ നടക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ എങ്ങനെ ഈ സംഭവം സൂത്രത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നടക്കുന്ന ആൾക്കാർക്കാണ് അക്കിടി വീഴാൻ സാധിക്കും. അവർ പള്ളി വെച്ചുകൊണ്ട് പോയ സാധനമാണിത്. അപ്പോൾ വേറെ ഒരാൾ വന്നപ്പോൾ എടുത്ത് വിതരണം ചെയ്ത്. അതാ കപ്പാസിറ്റിയുടെ വ്യത്യാസം. അതാ വ്യത്യാസം. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഉടായ്പ് കാണിച്ചിട്ട് ദൈവത്തിനൊക്കെ ഒന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. കാര്യം ഇതിൻ്റെ അകത്ത് ഒരു ഇപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം നിങ്ങൾക്ക് വേണ്ടി അപ്പനെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. കാര്യം ഉടമ്പടിയല്ലേ, ബൈലാറ്ററൽ ഉടമ്പടി, വ്യക്തികളും കക്ഷിയുമായിരുന്നല്ലേ. നീ ഒരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇതനുസരിച്ച് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി നീ വർദ്ധിപ്പിക്കുന്നത്. അപ്പം ക്ലെയിം ആവും നിനക്ക്. ഇപ്പം ക്ലെയിം ഇല്ലല്ലോ. ഇപ്പം നീ തെണ്ടിയായിട്ടല്ലേ വന്ന് നിൽക്കണം. അയ്യോ ദൈവമേ തരണത്, എൻ്റെ കയ്യിൽ നിന്ന് വരെ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റത്തില്ല, കൂനെന്നൊക്കെ എന്തിനാണ് നാണം കെട്ട വർത്താൻ പറഞ്ഞു നടക്കണത്? പൈസ 10-50 ആയില്ലേ? ഇനിയെങ്കിലും നിർത്തിയിട്ട് മര്യാദയ്ക്ക് ക്ലെയിം ഉണ്ടാക്കാൻ നോക്ക്. അത് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോഴും അവരെ കൊണ്ട്, അമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, അപ്പനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, ഇറ്റ് ഇസ് നോൺ സെൻസ്. യു ആർ കം ഓഫ് ഫെയ്ത്ത്. ഇനി നിങ്ങൾ തന്നെ കൈ നീട്ടാതെ സ്വന്തം നില നിൽക്കുക. അതിനുള്ള എല്ലാവിധ ഫോർമുലയും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിൽ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ഓരോ മാർഗവും കർത്താവിൻ്റെ തിരുസന്നിധി ജോലി ചെയ്ത് കൃപയുണ്ടാക്കാനുള്ള, കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഓരോ മാർഗം തന്നിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ എല്ലാം നടപ്പിൽ വരുത്തുന്നത് കൃപ കൊണ്ടാണ്. നിങ്ങളുടെ IELTS ആയാലും വസ്തു വിൽപ്പന ആയാലും എല്ലാത്തിൻ്റെ മൂല പവർ, ഫണ്ടമെൻ്റൽ പവർ കൃപയാണ്. ഈ കൃപ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്? അധ്വാനം കൊണ്ടാണ്. അധ്വാനം കൊണ്ട് എന്തുണ്ടാവും? കൃപയുണ്ടാവും. കൃപ കൊണ്ട് എന്തുണ്ടാവും? അധ്വാനം ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ 1 കൊരിന്ത്യർ 15:10 വായിച്ചോളൂ. 1 കൊരിന്ത്യർ 15:10. ശ്രുതികട്ടെ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. വായിച്ചോളൂ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എല്ലാവരേക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അന്ന് പറഞ്ഞേ, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. പറഞ്ഞോളൂ. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളല്ല. അയാൾ 14 പ്രാവശ്യം കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം കപ്പൽ, 14 ലെറ്റേഴ്സ്, എത്രയോ 14 സഭകളെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം പറയണത് എന്താണ്? എൻ്റെ കൃപയാണ് എന്നിൽ അതൊക്കെ ചെയ്യിച്ചത്. പക്ഷെ അധ്വാനിക്കും തോറും എൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൃപയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് കൃപയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ ഈ 9 നൊവേന കൂടി അങ്ങനെ ഓരോ പരിപാടി ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് അപേക്ഷ കത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള ഈ കലാപരിപാടിയില്ലേ, ഇതിനകത്ത് വരുന്നതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ മെയ്യനങ്ങാൻ പറ്റാത്തവർ ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് എന്തെങ്കിലും ചുണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചാൽ പാടിയ ചെയ്തിട്ട് ഈ വ്യക്തി ജീവിതകാലം മുഴുവൻ നടന്നാൽ ഈ വ്യക്തിക്കൊരു മാറ്റമോ കൃപയോ ആ കൃപ വർദ്ധിപ്പിക്കുകയോ ക്ലെയിം കൂടുകയോ കപ്പാസിറ്റി കൂടുകയോ ചെയ്യുന്നില്ല.
ഞാൻ നൊവേനയ്ക്കെതിരല്ല, അതൊരു മധ്യസ്ഥ പ്രാർത്ഥന മാത്രമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ രൂപം അത് കഴിയുമ്പോൾ നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. അതുമാത്രമാണ് നിങ്ങളുടെ ക്ലെയിം കൂട്ടണത്, നിങ്ങളുടെ ക്ലെയിം വർദ്ധിപ്പിക്കണത്. ഇത് തമ്മിൽ ഞങ്ങളെ കുറേ ഇക്വേഷൻസ് നിങ്ങളോട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതനുസരിച്ചുകൊണ്ട് 12 വർക്ക് ചെയ്യാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ നാമത്തെ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോഴേ ഈ കഴിവ് എന്ന് പറയണത് വിശ്വാസം വഴി വരണതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, വിശ്വസിച്ചാൽ പോരെ? ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷെ പ്രോബ്ലം ഉണ്ട്. വിശ്വാസത്തിലാണ് ഈ അധ്വാനം വരണത്. എന്താ കാര്യം? വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്, അല്ലാതെ പ്രാർത്ഥനയാലല്ല. ഇവിടുത്തെ പോയിന്റ് മനസ്സിലായ? ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഉടമ്പടി? അതിന് ഉത്തരം ഞാൻ പറയുകയാണ്. യാക്കോബ് 2:7, 2:15. ശ്രുതികട്ടെ, വായിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 2:24. യാക്കോബ് 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, ഒന്ന് പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. യാക്കോബ് 2:15-17 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പറഞ്ഞ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇത് എവിടെയാണ് അച്ഛൻ കണക്ട് ചെയ്തിരിക്കണം നോക്കിയേ? കപ്പാസിറ്റിയിലാണ്. എവിടെയാണ് കപ്പാസിറ്റി? യോഹന്നാൻ 1:12 അവന്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവിന് അർത്ഥം എന്താണെന്നറിയാവോ? ആ കഴിവെന്ന് പറഞ്ഞാൽ അവകാശമാണ്. ദൈവമക്കളാകാനുള്ള അവകാശമാണ് നമുക്ക് നൽകപ്പെടുന്നത്. റൈറ്റാണ് വിഷയം. റോമ 8:17 മക്കളെങ്കിൽ അവകാശികളുമാണ്. നമ്മൾ ഒന്ന് പറഞ്ഞേ, നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ്. അടുത്ത വരി എന്താണ്? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറയുന്നത് നിത്യതയാണ്. ബേസിക്കായിട്ട് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് യോഹന്നാൻ 1:12 പറയുമ്പോഴേ അതിൻ്റെ കൂടിയാണ് റോമ 8:17 കൂട്ടി വെക്കേണ്ടത്. അവിടെ കഴിവെന്നുള്ളത് അവകാശമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാനത്തെ അവകാശമാക്കുന്ന പ്രാർത്ഥനയാണ്. 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ? അതായത് ഈ ഉടമ്പടി വഴിയാണ് അനുഗ്രഹം അവകാശമാക്കുന്നത്. അത് ചൊല്ലണ പ്രാർത്ഥനാ രീതിയല്ല, ചെയ്യുന്ന പ്രാർത്ഥനാ രീതിയാണ്. അതാണ് 1 കൊരിന്ത്യർ 15:10 എല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, ഞാനല്ല എന്നിലുള്ള ദൈവകൃപ. നമ്മുടെ ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? 2 കൊരിന്ത്യർ എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കൃപ ദൈവത്തിൻ്റെ ദാനമാണ്, നേടിയെടുത്തതല്ല. അതാണ് നോട്ട് ബൈ മെറിറ്റ്. നമ്മൾ നേടിയെടുക്കാത്തത് അവകാശമാക്കുകയാണ് ഉടമ്പടിയിൽ. മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടിയുടെ ഒരു രീതി. നമുക്ക് ഉള്ളൊരു മെറിറ്റാണ്. നമുക്ക് ഇപ്പം നമുക്ക് 65% മാർക്ക് 70% മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ ഉപരിപഠനത്തിന് പോണില്ല. എന്താ കാര്യം? അവർക്ക് മെറിറ്റ് ഇല്ലെന്ന് അവർക്കറിയാം. പക്ഷേ ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എന്ത് വിധത്തിലാണ്? 65% മാർക്കുള്ള മാർക്ക് ഉന്നത വിദ്യാഭ്യാസം അഡ്മിഷൻ കിട്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് നേടിയെടുത്തതല്ല, മെറിറ്റിലല്ല. എഫേസ്യൻസ് 2:8 അനുസരിച്ച് കൃപയാലാണ്. ഇപ്പം അവരുടെ വിഷയം എന്താണ്? നമ്മളുടെ ഗ്രീനി പറഞ്ഞിരിക്കുന്ന ശ്രുതികടെ മക്കൾ ആ പേര് മറന്നുപോയി. ശ്രുതികടെ
ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 5 മാസം കൊണ്ട് കിട്ടേണ്ട COS 5 ദിവസം കൊണ്ട് കിട്ടിയതിനെക്കുറിച്ച് അവരുടെ കാറാണല്ലോ മാതാവ് തിരിച്ചു വിട്ടത്. ഗൂഗിള് പ്രോഗ്രാം ചെയ്ത് വെച്ച് മൂവാറ്റുപുഴ വഴി പോകേണ്ട സംഭവത്തെ മാതാവ് റീപ്രോഗ്രാം ചെയ്തിട്ട് ആലപ്പുഴ വഴി ആക്കി. അപ്പോഴവർ അത് മനസ്സിലാക്കി, അമ്മ ഞങ്ങളെ വിളിക്കണമെന്ന് മനസ്സിലാക്കി. എങ്കിലും അമ്മയെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ആ ഷോർട്ട് ചെയ്തിരിക്കുന്നത്, ടൈം ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 5 മാസത്തെ COS 5 ദിവസം കൊണ്ട് വരണത് ടൈം ഷോട്ടിങ്ങാണ്. ഈ ടൈം ഷോട്ട് സംഭവിക്കുന്നത് നോട്ട് ബൈ മെറിറ്റാണ്, മെറിറ്റ് അനുസരിച്ചല്ല, പിന്നെ എന്താണ്, ബട്ട് ബൈ ഗ്രേസാണ്. ഇത് അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ മെറിറ്റ് എന്ന് വെച്ചാൽ മെറിറ്റിലല്ലാതെ നമ്മുടെ ഗ്രേസിലാണ് ദൈവം വർക്ക് ചെയ്യണതെന്നുള്ളതിന് നമുക്ക് വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനമുള്ളത് 61:2 അന്ന് അത് പക്ഷേ ഗ്രീനി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അവിടെ സാക്ഷ്യം കുറച്ച് എഡ്യൂക്കേറ്റഡ് സാക്ഷ്യമാണ്. കാര്യം അവർ പറയുന്നത് എന്താണ്, ഈ COS 5 ദിവസത്തിനുള്ളിൽ കിട്ടുമ്പോഴേ ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അത് സങ്കീർത്തനം 61 61:2 വായിച്ച്. സങ്കീർത്തനം 61:2 ശ്രുതിക്കട്ടെ. ഹൃദയം തകർന്ന അവസ്ഥയിൽ ഒന്ന് പറഞ്ഞേ, ഹൃദയം തകർന്ന അവസ്ഥയിൽ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിലാണ് ഇരിക്കണമെന്ന് ഓർമ്മ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു തരാം. ഹൃദയം തകർന്ന അവസ്ഥയിൽ സങ്കീർത്തനം 21:2 ഹൃദയം തകർന്ന അവസ്ഥയിൽ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുകയാണ് എന്ന് വെച്ചാൽ ഇവിടെ അണ്ടാട്ടിക്കഴിയുന്ന അതല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ നടപ്പിൻ്റെ വഴി തീർന്നിരിക്കുകയാണ്. ഇനി നടക്കാൻ വഴിയില്ല നിനക്ക്. ഇനി കൈ നീട്ടാൻ ആളില്ലെന്ന് പറയത്തില്ല. ജപ്തിയാണ് വന്നിരിക്കുന്നത്. അച്ഛാ, ഇനി കൈ നീട്ടാൻ ആളില്ല. എൻ്റെ ഭൂമിയുടെ അതിർത്തി ഞാൻ എത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ക്യാൻസർ 4th സ്റ്റേജാണ്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞില്ലേ? ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ആ ചേട്ടൻ അവളുടെ ഭാര്യയുടെ അനിയത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ, നീ എന്നെ വന്ന് എന്നെ കാണുന്നില്ലേ? എല്ലാവരും വന്ന് എന്നെ കാണുന്നല്ലോ. കൊച്ചാ ഞാൻ വരുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ മാതാവിനെയും കൊണ്ടേ വരത്തുള്ളൂ. കാര്യം എന്താണ്? ആ മനുഷ്യൻ ഭൂമിയുടെ അതിർത്തി നിൽക്കുകയാണ്. അയാളുടെ ഭൂമിയുടെ അതിർത്തി നിൽക്കുകയാണ്. അയാൾക്ക് ഇനി അടുത്ത ചുവടിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകും. അതുകൊണ്ട് അതാണ് സങ്കീർത്തനം പറയണത്. എന്താണ്? ഇവൾ ചെന്ന് ഉടമ്പടി തൈലം തേച്ച ഉടനെ ഈ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങും. പിറ്റേ ദിവസം ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ പറയും, ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ഭൂമിയുടെ അതിർത്തി എന്ന് പറയണത്. നിനക്കിനി കൈ നീട്ടാൻ ആളില്ല, നിനക്കിനി കാലെടുത്ത് വെക്കാൻ ഇടമില്ല. അതാണ് സങ്കീർത്തനം 61. ഇതാണ് അന്ന് ഈ ഗ്രീനി പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഒരു കൊട്ടച്ചിത വചനങ്ങൾ. എന്താണത്? സങ്കീർത്തനം 61:2 ഒന്ന് പറഞ്ഞ, ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എന്താണ്? എനിക്ക് മെറിറ്റില്ലാത്ത സ്ഥലത്തെ, അതാണ് പ്രശ്നമല്ല. അതിനെ പറഞ്ഞത് എനിക്ക് സങ്കീർത്തനം 61:2 എനിക്ക് അപ്രാപ്യമായ പാറയിൽ ഒന്ന് പറഞ്ഞേ, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അപ്പൊ ദൈവത്തിന്റെ പണി എന്താണ്? നമുക്ക് മെറിറ്റില്ലാത്ത സ്ഥലത്ത് നമ്മളെ കൈ തന്ന് ഉയർത്തി നിർത്തും. കൈ എഡിച്ച് കർത്താൻ